അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, ലൻ യഫ്ലഹ് ഖൗമുൻ വല്ലൗ അംറഹും അൽ മർഅത എന്ന ഹദീസിനെ അധികരിച്ചാണ് സംസാരിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിസ്റ അഥവാ ബൈസന്റാനിയൻ ചക്രവർത്തിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. തൻ്റെ പിതാവ് മരണപ്പെടുകയും തുടർന്ന് സഹോദരൻ ഏൽക്കുകയും തുടർന്ന് 6 മാസത്തിനധികം സഹോദരനും മരണപ്പെട്ടു. മറ്റു സഹോദരന്മാരില്ലാത്തതിനാൽ ആ സ്ത്രീ സ്വാഭാവികമായും ഭരണത്തിൽ ഇടപെടേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞത് ലൻ യഫ്ലഹ് ഖൗമുൻ വല്ലൗ അംറഹും അൽ മർഅത, സ്ത്രീകളെ ഭരണം ഏൽപ്പിച്ച ഒരു കൗമും വിജയിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ആ പ്രവചനം പോലെ തന്നെ 3 മാസം നീണ്ടു നിന്നില്ല, ഭരണം കൈവിട്ടുപോയി. ബൈസന്റാനിയൻ ചക്രവർത്തി ആ സാമ്രാജ്യം തന്നെ എന്നേക്കുമായി ശിഥിലമായി പോയി. ഈ ഹദീസിന്റെ യഥാവിധി മനസ്സിലാക്കണമെങ്കിൽ സാമൂഹികവും ശാസ്ത്രീയവുമായ വശങ്ങളിലൂടെ ഇതിനെ അവലോകനം ചെയ്യേണ്ടതുണ്ട്. സാമൂഹികമായി പറഞ്ഞാൽ ഒരു കഥയിലൂടെ പറയാം. കാട്ടിലെ രാജാവാണ് സിംഹം. സിംഹത്തിന് ഈ അധികാരം വകവെച്ച് നൽകിയത് മൃഗങ്ങൾ, മറ്റു മുയലുകളോ മറ്റു മാനുകളോ അവർ ദയാ വായ്പ നൽകിയതോ അല്ലെങ്കിൽ അവർ ഔദാര്യം നൽകിയതോ അല്ല. സിംഹം തൻ്റെ ശാരീരിക ശേഷി കൊണ്ടും ആക്രമണ ഉത്സുകത കൊണ്ടും ആരുടെ മുന്നിലും ഒടുങ്ങാത്ത തൻ്റെ മനോവീര്യം കൊണ്ടും ധൈര്യം കൊണ്ടും ആണ് ഈ പദവി നേടിയത്. ഇതൊരു കഥയാണ്. അതുപോലെ തന്നെ സാമൂഹികമായി ചിന്തിച്ചാൽ ഡാർവിൻ്റെ തിയറി എല്ലാവരും അംഗീകരിച്ചതാണ്. എല്ലാവരും മീൻസ് സയൻസ്, നാച്ചുറൽ സെലക്ഷൻ, കഴിവുള്ളവർ മുന്നോട്ട് വരുന്നു എന്നുള്ള സംഗതി. മനുഷ്യന്റെ ഉൽപ്പത്തി കാലം മുതൽ തന്നെ പുരുഷൻ ഒരു മേഖലയിൽ, സ്ത്രീ മറ്റൊരു മേഖലയിൽ അവരുടേതായ കഴിവുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. പുരുഷൻ 1 മണിക്കൂർ വയലിൽ കിടക്കുന്നു, എന്നാൽ പുരുഷൻ എടുക്കുന്ന അത്ര പണി 1 മണിക്കൂർ സ്ത്രീ എടുത്താൽ നടക്കില്ല. സ്വാഭാവികമായി പുരുഷൻ തിരിച്ചറിയുന്നു, എനിക്ക് ക്രിയാത്മകമായി കൂടുതൽ എഫക്റ്റീവായി ജോലി ചെയ്യാൻ കഴിയുന്നത് വയലുകളിൽ. സ്ത്രീ എന്നാൽ മറ്റൊരു മേഖലയിൽ തിളങ്ങുന്നു. അവർക്ക് കുടുംബാന്തരീക്ഷത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ, കുട്ടികളെ വേണ്ട രീതിയിൽ പരിപാലനം നടത്താൻ, രോഗികളെ ശുശ്രൂഷിക്കാൻ അവർക്ക് ഹോസ്പിറ്റാലിറ്റി മൈൻഡും നഴ്സിംഗ് മൈൻഡും കൂടുതൽ. സ്വാഭാവികമായും സ്ത്രീ തിരിച്ചറിയുന്നു, എൻ്റെ മേഖല ഇതാണ്, എനിക്ക് സമയബന്ധിതമായും കൃത്യമായും ക്രിയാത്മകമായും ഇടപെടാൻ ഏറ്റവും നല്ല മേഖല ഇതാണ്. ഇങ്ങനെയാണ് കാലം തുടർന്നു പോകുന്നത്. മനുഷ്യന്റെ ഉത്ഭവകാലം മുതൽ തന്നെ പുരുഷന്മാർ തൻ്റെ ഒരു ഇടമായും തനിക്ക് ഏറ്റവും കൂടുതൽ മികവ് നേടാനും വിജയിക്കാനും കഴിയുന്ന ഒരു മേഖലയായി കണക്കാക്കിയ മേഖലയാണ് ഭരണം. ഇതിൻ്റെ സാമൂഹിക പശ്ചാത്തലമാണ് പറഞ്ഞത്. ശാസ്ത്രീയമായ പശ്ചാത്തലത്തിലേക്ക് പറയുന്നതിന് മുമ്പ് 2ാം ഖലീഫ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ഹാദൽ അംറ ലാ യസ്ലഹു ഇല്ലാ ബിശ്ശിദ്ദത്തിൻ. ഈ ഭരണം എന്ന എന്നെ നിങ്ങൾ ഏൽപ്പിച്ച ഈ ദൗത്യം, ഇത് കാർക്കശ്യം, വേണ്ടിടത്ത് കാർക്കശ്യം കൊണ്ടല്ലാതെ നടക്കുകയില്ല. ലാ ദുൽമ ഫീഹ്, എന്നാൽ പക്ഷെ അതിൽ അനീതിയോ അക്രമമോ ഉണ്ടാകില്ല. വലാ ബി ഹിൽമിൻ, വിനയവും സഹനവും കൂടാതെ ഈ കാര്യം മുന്നോട്ട് പോകില്ല. പക്ഷെ അതൊരു ദൗർബല്യമായും വരാൻ പാടില്ല. അപ്പൊ ദൗർബല്യമില്ലാത്ത വിനയവും അനീതിയില്ലാത്ത കാർക്കശ്യവും കൊണ്ടല്ലാതെ ഭരണം മുന്നോട്ട് പോകില്ല എന്ന് ഏവരും സമ്മതിക്കും. മനുഷ്യബുദ്ധി സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഈ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ശാസ്ത്രീയമായ അവലോകനം 3 കോഷ്യന്റുകൾ, 3 ശേഷികൾ കൂടാതെ കഴിയുകയില്ല. ഒന്ന് ഇന്റലിജൻസ് കോഷ്യന്റ്, IQ എന്ന് പറയാം.
ഇന്ത്യയിൽ ഏറെ പ്രശസ്തനായ ഡോക്ടർ വിനോദ് മേനോൻ തൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപനം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 1500 പേരിൽ ഒരു പഠനം നടത്തുന്നു. AI ഉപയോഗിച്ചാണ് പഠനം നടത്തുന്നത്. അതിൽ പറയുന്നത് സ്ത്രീയും പുരുഷനും തമ്മിൽ ലിംഗാടിസ്ഥാനത്തിലുള്ള ഈ വ്യത്യാസം കാരണം തന്നെ മറ്റു അനേകം മേഖലകളിൽ വലിയ വ്യത്യാസം കാണുന്നുണ്ട്. സ്ട്രിയാറ്റം എന്ന് പേരുള്ള ഒരു അവയവത്തെക്കുറിച്ച് കൃത്യമായ പഠനത്തിൽ അവർ പറയുന്നു, മനുഷ്യന് കൃത്യമായ ആസൂത്രണം നടത്താനും തീരുമാനമെടുക്കാനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന അവയവമാണ് സ്ട്രിയാറ്റിൻ, തലച്ചോറിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ പുരുഷന്മാരിലാണ് ഇത് കൂടുതൽ എഫക്റ്റീവായി വർക്ക് ചെയ്യുന്നത്. പുരുഷന്മാരിൽ ഇതിന്റെ സൈസിനും വ്യത്യാസമുണ്ട്. ഒരു കോഷ്യന്റ് പറഞ്ഞു ഇന്റലിജൻസ് കോഷ്യന്റ് IQ, രണ്ടാമത്താണ് സ്പിരിച്വൽ കോഷ്യന്റ്, ആത്മീയ ശേഷി. ഈ മനുഷ്യന്റെ ഈ സഞ്ചാര പദത്തിലുടനീളം മതപരമായ വിഷയങ്ങളിലും മതാചാര്യന്മാരും മറ്റ് ചിന്തകരും കൂടുതൽ വന്നിട്ടുള്ളത് പുരുഷന്മാരിൽ നിന്നാണ്. അപൂർവം ചില സ്ത്രീകളും കാണാം. എന്നാൽ ബഹുഭൂരിപക്ഷം ഇല്ലെന്ന് പറയാവുന്ന രീതിയിൽ ആണ് പുരുഷന്മാർ. സ്ത്രീകൾ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിലാണ് പുരുഷന്മാരുടെ വളർച്ച. മറ്റ് ഇമോഷണൽ കോഷ്യന്റ് വൈകാരികമായ ശേഷി. എന്നാൽ ഇത് വളരെ അത്യാവശ്യമായ ഒരു മേഖലയാണ്. പക്ഷെ ഈ വൈകാരികമായ ഈ ശേഷി യഥാവിധി ഉപയോഗിക്കുന്നതിൽ സ്ത്രീകൾ അവർക്ക് ബോധപൂർവമല്ലാത്ത വീഴ്ചകൾ സംഭവിക്കുന്നു എന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. സ്ത്രീകൾക്ക് വൈകാരികമായി സമീപിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഇഫ്രാത്ത് അല്ലെങ്കിൽ തഫ്രീത്ത്, ഒന്നല്ലെങ്കിൽ അതിൽ കവിഞ്ഞോ അല്ലെങ്കിൽ വേണ്ട രീതിയിലോ ഇവർ ഈ വൈകാരിക ശേഷിയെ സമീപിക്കുന്നില്ല. നമുക്ക് ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ഇന്ത്യയിൽ ഒരേ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. അത് ഞാൻ പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇല്ലാ ബി ഷിദ്ദത്തിൻ ലാ ദുൽമ ഫീഹ വലാ ബി ഹിൽമിൻ ലാ വഹന ഫീഹ. കാർക്കശ്യമുള്ള നീതിയും ദുൽമില്ലാത്ത അനീതിയില്ലാത്ത കാർക്കശ്യവും ഒരു ദൗർബല്യമില്ലാത്ത സഹനവും വേണം. ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ സ്ത്രീകൾ സാധ്യമല്ല. ഭരണത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അത് തന്നെയാണ്. അപ്പോൾ ഇമോഷണൽ കോഷ്യന്റെ ഒരു സംഗതിയാണ് പറഞ്ഞത്, യഥാവിധി ഇത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. മറ്റൊന്ന് ഇൻത്രൂപ്പ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജി. അതെന്താ പറയുന്നത്? ഇപ്പോൾ ഒരു ഗുസ്തി മത്സരം നടക്കുകയാണെന്നിരിക്കട്ടെ, രണ്ടു പക്ഷത്തും സ്ത്രീകളാണ്. ഒരു പക്ഷത്തുള്ള സ്ത്രീകൾക്ക് കൂടുതൽ എഫക്റ്റീവായി കൂടുതൽ സ്ട്രോങ് ആണ് അവർ എങ്കിൽ, മറുപക്ഷത്തുള്ള സ്ത്രീകൾക്ക് തൻ്റെ എതിരാളിയായ സ്ത്രീകളോട് ഒരു വിധേയത്വം അനുഭവപ്പെടും. ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. എന്നാൽ പുരുഷന് ഇവിടെയും മത്സരം കഴിയുന്ന സമയം വരെ പുരുഷൻക്ക് വീറും വാശിയാണ്, എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ഒരു ത്വരയാണ്. സ്ത്രീകൾ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു സ്ത്രീകൾക്ക് വിധേയപ്പെടുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഇതിന് ഇൻത്രൂ സൈക്കോളജി എന്ന പേരിൽ സൈക്കോളജിയിൽ അറിയപ്പെടുന്നു. മറ്റൊന്ന് ബ്രൈവറി. അപ്പൊ 3 കോഷ്യന്റുകൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊന്ന് ബ്രൈവറിയാണ് ആവശ്യം, ധൈര്യത്തിന് ആവശ്യം എപ്പിനെഫ്രിൻ എന്ന പേര്, ഹോർമോൺ ഓഫ് ബ്രൈവറി എന്നാണ് അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ എന്ന പഴയ ഭാഷയിൽ പറയാം. ഈ അഡ്രിനാലിൻ ഏറ്റവും കൂടുതൽ പുരുഷന്മാരിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നായ ഓടിക്കുമ്പോൾ നമ്മൾ സാധാരണ ഓടുമ്പോൾ കിട്ടുന്ന സ്പീഡല്ല ഒരു നായ ഓടിക്കുമ്പോൾ കിട്ടുന്ന സ്പീഡ്. ഇത് അഡ്രിനാലിൻ ഉണ്ടാക്കുന്ന സ്പീഡാണ്. നമ്മുടെ ശരീരത്തിന് നമ്മൾ അപകടത്തിലാണെന്നും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നും നമ്മുടെ തലച്ചോറ് നമ്മളെ അറിയിക്കുകയാണ്. നമ്മുടെ ശരീരം ഇതുവരെ നമ്മൾ ഓടിയിട്ടില്ലാത്ത സ്പീഡിൽ ഓടുകയാണ്. ഈ ഒരു കൃത്യമായ നിലപാടെടുക്കാൻ, കൃത്യമായ രീതിയിൽ ഇടപെടാൻ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ പുരുഷനെ സഹായിക്കുന്നത് അഡ്രിനാലിനാണ്. എല്ലാ മേഖലയിലും ഈ കാർക്കശ്യം ആവശ്യമുള്ള സ്ഥാനത്ത് അഡ്രിനാലിൻ വേണം. എന്നാൽ സ്ത്രീകളിൽ അത് നോൺ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോൺ എപ്പിനെഫ്രിൻ ആണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകൾ കൂടുതൽ സോഫ്റ്റും കൂടുതൽ തണുത്തവരുമായിട്ടാണ് സ്ത്രീകൾ അനുഭവപ്പെടാറ്. പിന്നെ ഇസ്ലാമിക മാനം ഇത് ജനാധിപത്യ രീതിയിൽ ചിലപ്പോൾ ഉള്ള രീതിയിലല്ല ഭരണകാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടന്നു പോകുന്നത്. ഇസ്ലാം പറയുന്ന കാര്യം എന്താണ്?
ഒരു ഭരണാധികാരിയാകുമ്പോൾ ഷറഹുൽ അഖായിദിൽ കാണാം, നസ്ബുൽ ഇമാമി വാജിബുൻ എന്ന് പറഞ്ഞതിന്റെ ശേഷം ഒരു ഭരണാധികാരികൾക്ക് നിയമങ്ങൾ നടപ്പിലാക്കാൻ, വധശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശേഷി വേണം. അതിർത്തി കാക്കണം, സൈന്യത്തെ സജ്ജീകരിക്കണം, അവർക്ക് വേണ്ട ഹിക്മത്തുകൾ പറഞ്ഞു കൊടുക്കണം, തത്വജ്ഞാനം വേണം, അതേപോലെ നയതന്ത്രത്വ ബോധം വേണം, വിപ്ലവങ്ങളെ യഥാവിധി കൈകാര്യം ചെയ്യാനുള്ള ശേഷി വേണം. ജനങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാവിധി പക്ഷം ചേരാതെ മസ്ലഹത്താക്കാനുള്ള ശേഷി വേണം. അതിനെല്ലാം പുറമെ 24/7 24 മണിക്കൂറും ആഴ്ചയിൽ ഉടനീളവും ജനങ്ങൾക്ക് വേണ്ടി സദാ ഒഴിഞ്ഞിട്ട ഒരു ജീവിതമായിരിക്കണം ഭരണാധികാരിയുടേത്. സ്ത്രീകൾക്ക് പലപ്പോഴും ഇത് സാധിക്കാറില്ല. അവർക്ക് പിരീഡും മറ്റു കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി സ്ത്രീകളിൽ കൂടുന്ന കോർട്ടിസോൾ, ഏറ്റവും കൂടുതൽ വിഷാദം അനുഭവപ്പെടുന്ന സ്ത്രീകളിലാണ്. കോർട്ടിസോളാണ്, ഹോർമോണാണ് കാരണം. ഇവർക്ക് ഈ ആഴ്ചയിൽ 10 ദിവസം, മാസത്തിൽ 10 ദിവസം ഇവർക്ക് ഈ ഭരണകാര്യങ്ങൾ കൃത്യമായ പക്ഷപാതമില്ലാതെ കഴിയില്ല. അപ്പോൾ അതിനെല്ലാമാണ് ഇസ്ലാം സ്ത്രീകൾക്ക് ഒരു ഭാരമായി ഈ ഭരണം വരരുത് എന്ന് വിചാരിച്ചിട്ട്, അവരെ മസ്ലഹത്ത് പ്രതീക്ഷിച്ചിട്ടാണ് അവരെ ഭരണം ഏൽപ്പിക്കാതിരുന്നത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.